രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ. നവചോർല യാത്ര കഴിഞ്ഞ് രായാവ് പതുക്കെ പണി തുടങ്ങി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ. പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് രാഹുലിനെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കിടക്കപ്പായിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. നവചോർല യാത്രയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് എന്നാണ് വിവരം. രാഹുലിന്റെ അറസ്റ്റിന് പിന്നാലെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അറസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടില്ല. നിലവിൽ അടൂരിലെ വീട്ടിൽ നിന്നും പോലീസ് രാഹുലിനെ കൊണ്ടുപോയിട്ടുണ്ട്. നവചോർല യാത്രയ്ക്കിടെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരും ചേർന്ന് KSU പ്രവർത്തകരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ ഗുണ്ടകളും പോലീസും ചേർന്ന് ഓടിച്ചിട്ടടിച്ചു. അടികൊടുത്ത ഡിവൈഎഫ്ഐക്കാർക്ക് പോലീസ് രക്ഷപ്പെടുവാനുള്ള എല്ലാ അവസരവും ഒരുക്കി കൊടുക്കുകയും അടികൊണ്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. സെക്രട്ടേറിയറ്റ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കേസിൽ അറസ്റ്റിലാകുന്ന ആദ്യത്തെ നേതാവാണ് രാഹുൽ. ഇക്കഴിഞ്ഞ ഡിസംബറിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ പോലീസ് എടുത്ത കേസിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒന്നാം പ്രതിയാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞ 40 പേരുടെ പേരുകളാണ് FIR-ൽ ഉള്ളത്. കണ്ടാലറിയാവുന്ന 300-ലേറെ പേരും കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളാണ്. കരിങ്കൊടി പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പ്രതിഷേധക്കാർ 3 പോലീസ് വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർത്തിരുന്നു. കന്റോൺമെന്റ് SI ഉൾപ്പെടെ 8 പോലീസുകാർക്കും നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.